ഹലോ ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേലും നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കുറുമയാണ്. ബീഫ് വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും ബീഫ് കറിയും റോസ്റ്റൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇതേപോലെ വ്യത്യസ്തമായിട്ട് ബീഫ് കുറുമയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ബീഫ് കുറുമയാണിത്. പിന്നെ അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ബീഫ് കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. 2 പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള, വലിയ സവാള നല്ല സ്ലൈസായി അരിഞ്ഞതും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണ്ട. ഇത് വിസിലടിക്കുമ്പോൾ വേകാനുള്ളതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് പിന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ടാൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവ് അധികം വേണമെങ്കിൽ അധികം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ഇടണില്ല, അതുകൊണ്ട് അതൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ ബീഫ് എല്ലില്ലാത്ത ഭാഗങ്ങൾ നോക്കിയാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് പിന്നെ ഒരു 6 വിസിൽ വന്നപ്പോഴേക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ആവിയൊക്കെ പോയി കഴിയുമ്പം അത് തുറന്ന് നോക്കാം. ഇത് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. വെള്ളം നമ്മൾ 1/2 ഗ്ലാസ്സേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നല്ല ചൂടാണ്. പിന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അതിനേക്ക് ആവശ്യമായ കുറച്ച് കശുവണ്ടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാല്, ഒരു മുറി തേങ്ങയുടെ പാല് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആ കശുവണ്ടി നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. എന്നിട്ട് ഇനി ഇത് വേറൊരു പാനിലേക്ക് ഈ ബീഫ് കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കുമ്പോഴേക്കും ഈ കശുവണ്ടിയൊക്കെ അരച്ചത്, ഇത് തേങ്ങാപ്പാലും കൂട്ടി കശുവണ്ടി അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കറി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അധികം നേരം ഒന്നിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് അത് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള, നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള നല്ല ഒരു ബീഫ് കുറുമയാണ് കുറുമയാണ് ഇത്. ഇടിയപ്പത്തിന്റെ കൂടെ, നെയ്ച്ചോറിന്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ. അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളക്കുന്ന സമയത്ത്